ഇന്ന് വൈകുന്നേരം ഞാൻ ദീപ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഉള്ള ചേച്ചിയുടെ വീട്ടിലോട്ടാണ് നിൽക്കുന്നതാണ് താരം. അപ്പോൾ ഭയങ്കര കൃഷിക്കാരിയാണ്. അവിടെ അത്രയും പുരയിടമുണ്ട്. പിന്നെ അത് മാത്രമല്ല ചേച്ചി ഒരു നേഴ്സറി എടുക്കുന്നുണ്ട്, ഒരു അഗ്രോ ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയുള്ള വിത്ത് തൈകൾ എല്ലാം ചേച്ചി എടുത്ത് ചെന്നാൽ കിട്ടും. അതുപോലെ തന്നെ ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ടുള്ള കൂട്ടാണ്. ഞാൻ തട്ടാമല കൃഷി ചെയ്യുമ്പോഴേ ചേച്ചി എനിക്ക് അവിടെ വന്ന് എനിക്ക് നല്ല സഹായം. എനിക്ക് വെള്ളം ഒഴിക്കാൻ വന്ന് ഞാൻ എവിടെയെങ്കിലും പോയാണെങ്കിൽ വന്ന് വെള്ളം ഒഴിക്കും, പിന്നെ വിളവെടുക്കാൻ സഹായിക്കും. അപ്പോൾ ഒരുപാട് സഹായം ചെയ്യും എനിക്ക്. അതുപോലെ തന്നെ ചക്കയുണ്ട്, ചേച്ചിയുടെ അങ്ങാണ് വരിക്കച്ചക്ക ഉള്ളത്. എനിക്ക് എപ്പോൾ അവിടെ ചക്ക പിടിച്ചാലും എന്നെ വിളിക്കും. ഞാൻ കൊണ്ടുവന്ന് ഇവിടെ വീട്ടിലേക്ക് എടുക്കും, കറി വെക്കാനും നമുക്ക് പഴുപ്പിച്ച അല്ലെങ്കിലും ഒക്കെ കഴിക്കാം, ചക്ക കഴിക്കാം. ഒരുപാട് ചക്കയുണ്ട്. വരിക്കച്ചക്കയുടെ ഒരു കോട്ടയാണ് അവരെ വീടെന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മിറാക്കിൾ ഫ്രൂട്ട്. അപ്പം അവരുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നതാണ് ഈ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രൂട്ട് കഴിച്ച് ഇത് വായിലിട്ട് തൊലിയൊന്നും ചെത്തണ്ട, ഉഴപ്പി ഇങ്ങനെ കഴിച്ചിട്ട് അരി അങ്ങ് തുപ്പിക്കളയണം. അത് കഴിഞ്ഞിട്ട് പുളിയുള്ള എന്ത് കഴിച്ചാലും, ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാലും പിന്നെ നമുക്ക് മധുരമാണ് വായിൽ. പിന്നെ നമ്മൾ പുളിയുള്ള നെല്ലിക്ക ഉണ്ടല്ലേ, നെല്ലിക്ക, പിന്നെ നമ്മുടെ പുളിഞ്ചിക്ക ഉണ്ടല്ലേ, പുളിഞ്ചിക്ക, സ്റ്റാർ ഫ്രൂട്ട്, ഇലിമ്പിക്ക, അതുപോലുള്ള എന്ത് കഴിച്ചാലും നമുക്ക്, പുളിയുള്ള മാങ്ങ അതെല്ലാം എടുത്ത് കഴിച്ചാലും നമുക്ക് വെറുതെ ഇങ്ങനെ ചവച്ചരച്ച് കഴിക്കാം. കാരണം ഭയങ്കര മധുരമായിരിക്കും നാവിന്, കുറേ നേരത്തേക്ക് അത് കാണും. പിന്നെ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ എനിക്ക് ഇഷ്ടമാണ്, എനിക്കും പിള്ളേർക്കൊക്കെ ഇഷ്ടം. അപ്പം ഞാൻ അവിടുന്ന് കുറച്ച് കായൊക്കെ പറിച്ചെടുത്ത് ഈ വീഡിയോയിൽ ചേച്ചിയുടെ കൃഷിക്കാഴ്ചകൾ മാത്രമല്ല ഇതിനകത്ത് ഒരു സർപ്രൈസ് ഉണ്ട്. കാരണം ഞാനൊരു പുതിയ തുടക്കത്തിന് ഇവിടുന്ന് പുതിയൊരു തുടക്കം കുറിക്കാൻ പോവുകയാണ്. അത് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഞാൻ പറയാം, എന്തോ കാര്യമെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇത് അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരു നെല്ലിക്ക നിൽപ്പുണ്ട്. അപ്പോൾ ഇത് പുളിയുള്ള നെല്ലിക്ക. അപ്പോൾ ഇത് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് വായിക്ക് നല്ല മധുരമാണ്. പിന്നെ തൊട്ട് ചേച്ചിയുടെ വീടിൻ്റെ ബാക്കിൽ ഒരു പുരയിടമുണ്ട്. അപ്പോൾ അവിടെ ചേച്ചിയുടെ തന്നെയാണ്. അപ്പോൾ അവിടെ കുറച്ച് കൃഷി, അത് വേറെ ആരും സഹായമൊന്നുമില്ല. നമുക്കറിയാമല്ലേ, ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയുന്ന എത്രത്തോളം കൃഷി ചെയ്യാൻ പറ്റുമെന്ന് അറിയാമല്ലേ. പക്ഷേ അതിൽ ചേച്ചിയുടെ പരമാവധി ചേച്ചി ശ്രമിച്ചിട്ടുണ്ട്. കാരണം വീട്ടാവശ്യത്തിനുള്ള എല്ലാം ഈ അയ്യത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. എത്ര സെൻറ്റാന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പം പിന്നെ പാവൽ കുറച്ചുണ്ട്, പിന്നെ കുക്കുംബർ, പാവലൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ, കുക്കുംബർ. പിന്നെ കോവയ്ക്ക ധാരാളം കിട്ടുന്നുണ്ട്, കോവയ്ക്കുണ്ട്. പിന്നെ നമ്മുടെ കോളിഫ്ലവർക്ക് കുറച്ച് പറിച്ചാണെന്ന് പിന്നീട് തൈ വാങ്ങിച്ച് വെച്ചാൽ അറിയാമല്ലോ. ഇനിയിപ്പോൾ പിടിച്ച് കിട്ടാൻ പാടാണ്, കാരണം നല്ല ചൂടായി. ഇപ്പോൾ അതുപോലെ തന്നെ പിടിച്ചാൽ തന്നെ നമുക്കത് കുഞ്ഞ് ഫ്ലവർ അങ്ങാണേ ഉണ്ടാവത്തുള്ളൂ. എന്തായാലും ഇനി വലിയ ഫ്ലവർ കിട്ടത്തില്ല, സീസൺ കഴിഞ്ഞ്. അത് മാത്രമല്ല അവിടെ ചാണകം കിടക്കുന്നുണ്ട്, അടുത്ത കൃഷിക്ക് വേണ്ടി ഇറക്കിയിട്ടതാ. പിന്നെ പാവയ്ക്ക കണ്ട, പാവയ്ക്ക അതൊക്കെ ആദ്യത്തെ പാവയ്ക്ക പിടിക്കാൻ തുടങ്ങി. പിന്നെ കുക്കുംബറൊക്കെ കുറേയൊക്കെ താഴെ കിടപ്പുണ്ട്, കുറേയൊക്കെ മേളിലോട്ട് പടത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വന്ന സർപ്രൈസ് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ പുരയിട കൃഷി വിട്ടിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷമാവും. നമ്മൾ പുരയിടത്തിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിളവെടുപ്പും കാര്യങ്ങളും നല്ല സെയിലും ഒക്കെ നടക്കും. നമുക്ക് നല്ല വിലയൊക്കെ കിട്ടും പച്ചക്കറി. നമ്മൾ ഇച്ചിരി നേരത്തെ കഷ്ടപ്പാടേ ഉള്ളൂ. നമ്മൾ ഏതെങ്കിലും ജോലിക്കാരൻ നിർത്തി ഞങ്ങൾ ആദ്യം അങ്ങനെ ചെയ്യും. നമ്മളല്ല ചെയ്യുന്നത്, ജോലിക്കാരൻ നിർത്തിയിട്ട് ആദ്യമേ ആ തടവെടുത്ത് അവരെ കൊണ്ട് ഷീറ്റ് ഇടിയിക്കുക. നമ്മളെ കൊണ്ട് പറ്റത്തില്ല ചെയ്യാൻ. കാരണം ഞങ്ങൾ 46 സെൻറ്റിലാണ് നേരത്തെ കൃഷി ചെയ്ത്. ഏകദേശം ഇതും ഒരു 10-40 സെൻറ്റിനകത്തുണ്ടോ എന്നാണ് തോന്നി, ഞാൻ ചോദിച്ചില്ല. പിന്നെ കുറേ ഉണ്ടമുളക് നിൽപ്പുണ്ട്. പിന്നെ തക്കാളിയെ കുറേ പിടിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ചൊക്കെ അടുത്ത ട്രിപ്പ് വെച്ച്. ഇതെല്ലാം ചേച്ചിയുടെ കൃഷിയാണ്. അപ്പം ഞങ്ങൾ കൂട്ടുകൃഷിയല്ലേ ചെയ്യുന്നത്, കൂട്ടുകൃഷി ഒരിക്കൽ ചെയ്ത് ഞങ്ങൾക്ക് പണി കിട്ടിയതാണ്. അതുകൊണ്ട് കൃഷി ചെയ്യാൻ പോകുന്നവരൊന്നും ഒരിക്കലും ഒരു കൂട്ടുകൃഷി ചെയ്യരുത് കേട്ടോ. കൃഷിയെന്നല്ല, എന്ത് ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരിക്കലും പാർട്ണർഷിപ്പിൽ തുടങ്ങൽ നമുക്ക് നല്ല പണി കിട്ടും. നമുക്ക് കൃഷിയിൽ മാത്രമല്ല വേറെ എല്ലാത്തിലും പാർട്ണർഷിപ്പ് എവിടെയൊക്കെ തുടങ്ങി അവിടെ എല്ലാം നല്ല പണി കിട്ടിയിട്ടിരിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾ പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ കൂട്ടുകൃഷി തുടങ്ങരുത്. തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞു, നീ വന്ന് ഇവിടെ ചെയ്യും, ഞാൻ അപ്പുറത്തോട് കുറച്ച് എനിക്ക് വേണ്ടി ചെയ്യാം, നമുക്ക് വെള്ളമൊക്കെ ഒഴിക്കാം. ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ കൂട്ടുകൃഷി ചെയ്യത്തില്ല. അപ്പോൾ പറഞ്ഞു, നീ കൂട്ടുകൃഷി ഒന്നും ചെയ്യണ്ട, നീ ഇവിടെ ഒന്ന് ചെയ്യണേന്ന് പറഞ്ഞ് എന്നെ വഴക്കം പറഞ്ഞ് നിൽക്കുക. അപ്പം ഞാൻ കരുതി എന്തായാലും ഇത്രയും ചേച്ചിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ പകുതി ചേച്ചിയും ചെയ്തിട്ട് കുറച്ച് ഭാഗം ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വൈകുന്നേരം വന്ന് നോക്കിയാണ്. അന്നേരം തൊഴിലുറപ്പുകാരെ കിട്ടിയായിരുന്നു. അപ്പോൾ അവരെ കൊണ്ട് ചേച്ചി പുരയിടമൊക്കെ കുറച്ച് കാടായിരുന്നു കേട്ടോ, അവിടെ എല്ലാം വൃത്തിയാക്കിച്ചിട്ടിരിക്കുക. അപ്പം ഞാൻ ഇനി ഒരു പണി അറിയാമെന്ന് എനിക്ക് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു പണിക്കാരനുണ്ട്, ഒരു ബംഗാളി ചേട്ടനുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ കൊണ്ടുവന്ന് തടവെടുത്ത് കുറേശ്ശെ കൃഷി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതാ ചേച്ചി അടുത്ത കൃഷിക്കുള്ള ചാണകം ഇട്ട് വെച്ചിരിക്കുക. അപ്പോൾ ചേച്ചി ഒറ്റയ്ക്ക് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു മടുപ്പല്ലേ. അപ്പോൾ നമുക്കൊരു നമ്മൾ വർത്താനം പറഞ്ഞെങ്കിലും നിൽക്കാമല്ലേ. അതല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു യാത്ര പോവുകയാണെങ്കിൽ
അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായ്ക വന്നാൽ വെള്ളം ഒഴിക്കുക ഒരാളുണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുരയിടം എന്ന് പറയുന്നത്. ഒരുപാടൊന്നും കൃഷി ചിലപ്പോൾ മൊത്തത്തിലൊന്നും ചെയ്യത്തില്ല, കുറച്ച് പടരുന്ന വിളയൊക്കെ മത്തൻ, കുമ്പളം അങ്ങനെയുള്ളൊക്കെ വിളകൾ കൂടുതൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ